ഗായ്സ് വെൽക്കം ബാക്ക് ടു സാബ്സ് കപ്പിൾ വ്ലോഗ്. വെൽക്കം വെൽക്കം. അങ്ങനെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഒരു പുതിയ വ്ലോഗ് തുടങ്ങുന്നുണ്ട്. ഷാർജൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ മുന്നിനുള്ളിലുണ്ട് വന്നിട്ടാ. അപ്പോൾ 2 ഗസ്റ്റും കൂടി ഉണ്ട്, ആഷിഫോഫും വൈഫും. പിന്നെ അജ്മാനിൽ ഇപ്പോൾ എത്തിയല്ലേ, നമ്മുടെ റൂമിലുള്ളതല്ലേ, പോകുന്നതല്ലേ. അപ്പോൾ ആഷിഫോപ്പിൻ്റെ ഓറിലുണ്ട്, ഞാൻ കാണിച്ചിട്ടുണ്ടാവും. ഓക്കെ ബാ. അപ്പോൾ അങ്ങനെ ഗൈസ് ആഷിഫോപ്പിൻ്റെ ഓറിയുടെ വന്നിട്ടുണ്ട്. അവിടെ അടുത്തേക്കാണ് പോകുന്നത്. ഒന്നിച്ചാണ് ഞാൻ പോകുന്നത് കേട്ടോ ഫുഡ് കഴിക്കാൻ. അങ്ങനെ ഫസ്റ്റ് കാണുന്നു, ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഫുഡ്. ആഷി പോപ്പുണ്ട്, ആഷിന്റെ വൈഫ് ഉണ്ട്, മോണ്ട്. ഓരോ ഫാമിലി ആയിട്ട് ഫസ്റ്റ് മീറ്റ് ആണെന്നെങ്കിലും ഉണ്ടല്ലോ, ആ ഒരു ഇത് ഉണ്ടായിട്ടില്ല. എന്ത് ഫസ്റ്റ് മീറ്റപ്പ് എന്നുള്ളൊരു ഇത് നല്ല രസം ഉണ്ടായിരുന്നു. മുനിയും നമ്മളെ അൽത്തും അഡ്ഡം കിടക്കുന്നുണ്ട്. കെയറിങ് ഹസ്ബൻഡാണ് ഉദ്ദേശിക്കുന്നത്. നോക്ക് കാർ കുത്തിയാണ്ടേ, നിന്നെ കുത്തിയാലും പ്രശ്നമില്ല. മാഷാ അല്ലാ. ഇത് നമ്മളെ കുക്കുഡൂസ് മുനീർ ഷാ. മുനീർ ഷാ ബോസ് കേട്ടാ. ഈ കാണുന്നതാണ് മുനീർ ഷാ. മുനീർ ഷാ എന്ന് പറയുന്നത് ഞങ്ങൾ പോയ റെസ്റ്റോറൻറ്റ് ഓണറാണ്. പോയ റെസ്റ്റോറൻറ്റ് പേര് എന്ന് പറയുന്നത് 5 സ്റ്റാർ ആണ്. അതായത് 5 സ്റ്റാർ റെസ്റ്റോറൻറ്റ് എന്നാണ് പേര്. അപ്പോൾ ഇയാളുണ്ടല്ലോ ഭയങ്കര ഡൗൺ ടു എർത്താണ്. ഭയങ്കര എന്ന് വെച്ചാൽ അത്രക്കും ഭയങ്കര ഒരു മനുഷ്യനാണ്. ഞാൻ കണ്ടതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഹ്യൂമൻ ബീങ് എന്നെല്ലാം പറയാനില്ല, അത്രക്കും നല്ലൊരു മനുഷ്യനാണ്. അവർ നമ്മളൊന്നിച്ച് തന്നെ ഇരുന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് അതേപോലെ തന്നെ മുനീർ ഷാൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും കൂടിയിട്ടാണ് ഭക്ഷണമെല്ലാം കഴിച്ച്. ഭക്ഷണം എന്ന് പറയുന്നത് ഫുള്ള് നല്ല സെറ്റപ്പാണ് കേട്ടോ. അവർ 25ഓളം ഐറ്റംസ് ഉണ്ട്. അതായത് വെജ്, നോൺ വെജ്, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാവിധ ഐറ്റംസും ഉണ്ട്. അപ്പോൾ വെറും 49 ദിർഹംസിന് ഇവർ അൺലിമിറ്റഡ് ഫുഡാണ് കൊടുക്കുന്നത്. ഞങ്ങളുടെ എത്തുന്നതിന് മുന്നേ തന്നെ മുനീർ ഷാ ഇവർ സീറ്റും കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫുഡ് ഉണ്ടല്ലോ ഒരു രക്ഷയില്ല കഴിച്ച്. അപ്പോൾ ഞാൻ പോയി ജസ്റ്റ് ഒന്ന് ഫുള്ളൊന്ന് എക്സ്പ്ലോർ ചെയ്തു ഹോട്ടലിന് ഉള്ളല്ലോ. അതായത് മേലെല്ലാം പോകണം. മേലെല്ലാം നല്ല രസമുണ്ട്, നല്ല ആംബിയൻസ് ആണ്, അടിപൊളി ആംബിയൻസും കാര്യങ്ങളാണ്. നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് അവരായിട്ട് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച് മുനീർ ഷാ ഏകദേശം സംസാരിച്ച് തുടങ്ങിയപ്പോൾ നാട്ടുകാരും ആ ഒരു രീതിയിലേക്ക് തന്നെ എത്തുന്നുണ്ട്. അതായത് മുനീർ ഷാ ഞങ്ങൾ നാട്ടിൽ തന്നെ ആയിരുന്നു ചെറുപ്പത്തിൽ വളർന്നതെന്നെല്ലാം പറഞ്ഞിട്ട്. പിന്നെ അവർക്ക് നാട്ടിലാണെങ്കിൽ നല്ല ബിസിനസ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ മുനീർ ഷാറിലെ കുറച്ച് നമ്മൾ സംസാരിച്ച് ഫാമിലിയിലായിട്ട് സംസാരിച്ചതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് മേലെ. അപ്പോൾ അവിടെ അങ്കിലിമൂറിലൊന്നും സംഭവം നിങ്ങൾ ബൈ പോയി നമുക്ക് പോയറാം. സീ ഫുഡ്, കബാബ്, ചിക്കന്, മട്ടന്, ബീഫ്, അങ്ങനെ എല്ലാ ഐറ്റംസും. അതായത് 25ഓളം ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. ജസ്റ്റ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളൊന്ന് നോക്കിക്കണ്ട, ഫുള്ള് കയറുമ്പോൾ തന്നെ നല്ലൊരു എന്താ പറയുന്ന വെൽക്കമിങ് ആംബിയൻസ്. പിന്നെ ഇവിടെ ഇപ്പോൾ ആണെങ്കിൽ ഒന്നും നോക്കിയിട്ടില്ല, കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിൽ 2 ആൾ അടിച്ച് കയറ്റുന്നുണ്ട്. അതല്ലെങ്കിൽ ഇത് അതിന് ഒരു ഐറ്റംസും വിടാതെ ഇങ്ങനെ പ്ലേറ്റ് ഇട്ടെന്ന് ഉറക്കുന്നുണ്ട്. മുനി ചോദിക്കുന്നുണ്ട് നീ എത്ര എടുത്തത്, ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ഞാൻ ഇത്ര എടുത്തത്, നീ എത്ര എടുത്തത്. പിന്നെ കണ്ട ആശയാണെങ്കിൽ ഒരു രക്ഷയില്ല, ഫുൾ എല്ലാത്തിനും ഓരോന്നിട്ട് എടുത്ത് പോകുന്നുണ്ട്. അങ്ങനെ പിന്നൊന്നുണ്ട്, അതിൽ എത്ര ഐറ്റംസ് ഉണ്ട് അറിയാം, ഏകദേശം 25 മേലെ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ്. പിന്നെ ഞാൻ നേരെ മേലെ പോയിട്ട് എന്താ വെച്ചെങ്കിൽ മേലെ പോയിട്ട് നോക്കുന്നത് നല്ല അടിപൊളി ആംബിയൻസ് ആണ്. ആംബിയൻസ് എന്ന് പറയുന്നുണ്ടല്ലോ, അതൊരു എന്താ പറയുന്ന ഒരു ഗുഹൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു ആംബിയൻസ് ആണ്. ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഞങ്ങൾ കയറിയിട്ടാകുമ്പോൾ തന്നെ അവർ പറഞ്ഞിരുന്നു, അവിടുന്ന് സ്റ്റാഫ് പറഞ്ഞ് ഡോറ് ക്ലോസ് ചെയ്തിട്ടുള്ള ഡോറ് തുറക്കരുത് കേട്ടോ. എന്താ വെച്ചെങ്കിൽ അവിടെ കസ്റ്റമേഴ്സ് ഉണ്ടാവും, അപ്പോൾ അവരുടെ പ്രൈവസിക്ക് ബുദ്ധിമുട്ടാവും എന്നുള്ള രീതിയിൽ. അപ്പോൾ നല്ല പ്രൈവസി കൊടുക്കുന്നുണ്ട്. ഫാമിലി ആണെന്ന് ഇരിക്കുന്നുണ്ടെങ്കിലല്ലേ നല്ല പ്രൈവസി കൊടുക്കുന്നുള്ള സ്ഥലം. അതൊക്കെ കണ്ട ഇതെല്ലാം നോക്കും, ഉള്ളെല്ലാം നോക്കി, ഏത് ആംബിയൻസ് നോക്കിയാൽ നല്ല രസമുണ്ടായിരുന്നു. അതായത് എന്താ പറയുക, ഉള്ളിൽ കയറുമ്പോൾ നല്ല റിസർവ് ചെയർ വേണമെങ്കിൽ സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്നുണ്ട്. അതല്ലാതെ ഫാമിലിക്കായിട്ട് പ്രൈവറ്റായിട്ട് ഇരുന്നിട്ട് കഴിക്കാനാണെങ്കിൽ അങ്ങനെയുണ്ട്. അതായത് എന്താ പറയുക, നല്ലൊരു ഗുഹയിൽ ഇരുന്നിട്ട് കഴിക്കുന്ന ഒരു ആംബിയൻസ് ആണ് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ കണ്ടിട്ടില്ല UAE ഇങ്ങനെ ഒരു സെറ്റപ്പ് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് താഴ്ന്ന് ഫുഡ് എടുത്തിട്ട് മേലെ പോയിട്ട് ഫാമിലി റൂമിൽ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഡോറ് തുറക്കാത്ത കേട്ടോ. ഇത് എന്തോ കാലി ഉണ്ടായിരുന്നു, അപ്പോൾ അതായി തന്നെ ഇത് കാലി ഉണ്ടായിരുന്നു, ഇതല്ല സോറി. അപ്പോൾ വേറെ ഏതോ ഒന്ന് കാര്യം ഉണ്ടായിരുന്നു, ഞാൻ ഓപ്പൺ ആക്കീന്. അതായി തന്നെ. അങ്ങനെ ഈ ആംബിയൻസ് ആണ് വരുന്നുള്ളൂ ഉള്ളിൽ. നല്ല രസം, അടിപൊളിയായിരുന്നു ഉള്ളിൽ. പിന്നെ അങ്ങനെ കുറേ ഭക്ഷണം കഴിക്കുന്നതും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. എന്ന് വെച്ചെങ്കിൽ അത് കുറേ നീട്ടി വലിച്ചിട്ട് ബോറടിപ്പിക്കണ്ട എന്നുള്ള രീതിയിൽ അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഒന്ന് പുറത്തിറങ്ങി. നേരെ പുറത്തിറങ്ങിയിട്ട് എവിടെ പോയത്,
ബീച്ചിൽ പോയിട്ട് നേരെ റൂമിലേക്ക് എത്തി. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വ്ളോഗ് അവസാനിക്കുന്നത്. ഞങ്ങൾ പുറക്കേക്ക് എത്തി, റൂമിലേക്ക് എത്തി. പിന്നെ ബാക്കി അടുത്ത വ്ളോഗിൽ കാണുന്നവരേക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്.